സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 6 മരണം. പാലക്കാട് കണ്ണമ്പ്രയിൽ വീട് തകർന്ന് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 2 പേർ മരിച്ചു. പുൽപ്പള്ളിയിലും തിരുവല്ലയിലും വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 മരണം. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട്. ജൂലൈ 19 മുതൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. സംസ്ഥാനത്ത് നിലവിൽ പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മഴ ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും നമുക്ക് ദുരന്തങ്ങൾ പരമാവധി ഇല്ലാതെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം. പാലക്കാട്, വയനാട്, കോഴിക്കോട്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേർ പുഴയുടെ നടുവിൽ കുടുങ്ങി. സാഹസിക ദൗത്യത്തിലൂടെ എല്ലാവരെയും രക്ഷിച്ച് ഫയർഫോഴ്സ് സംഘം. സംഭവം നർണി ആലാങ്കടവ് കോസ്വേക്ക് താഴെ. ഒഴിവായത് വൻ ദുരന്തം. ഫയർഫോഴ്സ് സംഘത്തോട് ബഹുമാനമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നന്നായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഫയർഫോഴ്സിൻ്റെ ആളുകൾ ചെയ്തത്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരെ ബഹുമാനിക്കണം നമ്മൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പുലങ്കോട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയയാളെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ്. ആമയിഴഞ്ചാൻ ദുരന്തത്തിൽ പഴിചാരൽ തുടർന്ന് സർക്കാർ. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേക്കെന്ന് മന്ത്രി വി ശിവൻകുട്ടി. റെയിൽവേ ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷ്. റെയിൽവേക്കും കോർപ്പറേഷനും തുല്യ ഉത്തരവാദിത്വമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഇടപെടാൻ സർക്കാർ. മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. വിവിധ വകുപ്പ് മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ മാലിന്യ കൂമ്പാരത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യും. പുരസ്കാര ദാനത്തിനിടെ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായൺ. ആസിഫിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ച് ജയരാജിന് കൈമാറി. വീണ്ടും സ്വീകരിച്ച് രമേശ്. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായൺ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കാൻ തയ്യാറെന്നും രമേശ് നാരായൺ. ആസിഫ് അലിക്ക് പിന്തുണയുമായി താരസംഘടന അമ്മ. കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ റാഗിംഗ്. 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയെ നഗ്നനാക്കി മർദ്ദിച്ചു. 3-4 വർഷ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് ചേരാനല്ലൂർ പോലീസ്. റാഗിംഗ് സ്ഥിരമെന്ന് ഇരയായ വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിൽ. കൈ രണ്ടും പൊക്കി ഒടിച്ച് തിരിഞ്ഞു നിർത്തി. ഞാൻ തിരിഞ്ഞിരിക്കുവായിരുന്നു. പിന്നെ ഇതുപോലെ നീ കംപ്ലൈന്റ് കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിക്കുകയും തൊഴിക്കുകയും ഇടിക്കുകയും ഒക്കെ ആയിരുന്നു. പുറത്തും അവര് പറഞ്ഞായിരുന്നു ഇതെങ്ങാനും കംപ്ലൈന്റ് കൊടുത്താ നിന്നെ ഞാൻ പിന്നെ പുറത്തിറങ്ങുമ്പോ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. പ്രതികളായ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്ന് കോളേജ് ചെയർപേഴ്സൺ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റ് തകരാർ. ഡോക്ടറും രോഗിയും ലിഫ്റ്റിൽ കുടുങ്ങിയത് അരമണിക്കൂറോളം. തകരാറിലായത് അത്യാഹിത വിഭാഗത്തിൽ നിന്നും CT സ്കാൻ വിഭാഗത്തിലേക്ക് പോകുന്ന ലിഫ്റ്റ്. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിലെ പ്രതി ആമിറുൽ ഇസ്ലാമിന്റെ അപ്പീലിൽ സുപ്രീം കോടതിയുടെ നോട്ടീസ്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികളോട് മറുപടി നൽകാൻ നിർദ്ദേശം. നടപടി വധശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ.
ഗൗരി ലങ്കേഷ് കൊലപാതക കേസ് പ്രതികൾക്ക് ജാമ്യം. മുഖ്യപ്രതി അമിത് ദിഗ്വിക്കർ ഉൾപ്പെടെ 3 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് കർണാടക ഹൈക്കോടതി. നടപടി കേസിൽ വിചാരണ വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. നീറ്റ് UG ചോദ്യപേപ്പർ ക്രമക്കേടിൽ കൂടുതൽ അറസ്റ്റുമായി CBI. മുഖ്യപ്രതി പങ്കജ് കുമാറിനെ പട്നയിൽ നിന്നും കൂട്ടാളിയായ രാജു സിംഗിനെ ജംഷഡ്പൂരിൽ നിന്നും പിടികൂടി. ചോദ്യപേപ്പർ വിതരണം ചെയ്തത് രാജു സിംഗ് എന്ന് കണ്ടെത്തൽ. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 60ഓളം പേർ. തൃശൂരിൽ വീണ്ടും എലിപ്പനി മരണം. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ജിം ട്രെയിനർ മരിച്ചു. മരിച്ചത് മമ്മിയൂർ സ്വദേശി സുരേഷ് ജോർജ്. പ്രമോദ് കോട്ടൂളിക്കെതിരായ അച്ചടക്ക നടപടി വിശദീകരിച്ച് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. പ്രമോദിനെതിരായ നടപടി പാർട്ടിയുടെ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം. മന്ത്രി റിയാസിനും എളമരം കരീമിനുമെതിരെ നടക്കുന്നത് നീചമായ പ്രചാരണം. രാഷ്ട്രീയ എതിരാളികളുടെയും മാധ്യമങ്ങളുടെയും കടന്നാക്രമണം ചെറുത്തു തോൽപ്പിക്കുമെന്നും പ്രസ്താവന. വയനാട് കല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ രാജു മരിച്ചു. മരണം ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാജുവിനെ കാട്ടാന ആക്രമിച്ചത് ഞായറാഴ്ച രാത്രി. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്വയം വിമർശനം നടത്തി മുഖ്യമന്ത്രി. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം ഉണ്ടെങ്കിലും വിജയിക്കുന്നവരുടെ മികവ് കൂടി മനസ്സിലാക്കണമെന്ന് പിണറായി വിജയൻ. അധ്യാപകർ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകർ ആകുന്നു. അവരെ തിരുത്താൻ പുരോഗമന അധ്യാപക സംഘടനകൾക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ച് CPI. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം സർക്കാരിന്റെ വീഴ്ചയെന്ന് ദേശീയ കൗൺസിലിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ആരോഗ്യരംഗത്തെ വീഴ്ചയും ക്ഷേമ പെൻഷൻ വിഷയവും പ്രതികൂലമായി ബാധിച്ചെന്നും CPI കേരള ഘടകം. മന്ത്രി MP രാജേഷിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ്. MP രാജേഷ് മുഖ്യമന്ത്രിക്ക് പഠിക്കുന്നു. വിമർശിക്കുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലെന്നും VD സതീശൻ. മന്ത്രിക്ക് നേരെയല്ല, മുഖ്യമന്ത്രിക്ക് നേരെ വേണമെങ്കിലും വിരൽ ചൂണ്ടുമെന്നും പ്രതിപക്ഷ നേതാവ്. ഭൂമി തട്ടിപ്പ് കേസിൽ തമിഴ്നാട് മുൻമന്ത്രി MR വിജയഭാസ്കറെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് CBCID. തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. പ്രകാശ് എന്നയാളുടെ ഭൂമി തട്ടിയെടുക്കാൻ മന്ത്രിയടക്കമുള്ള 8 പേർ ശ്രമിച്ചെന്ന് പരാതി. ഉദ്ദേശം ശരിയെങ്കിൽ മാധ്യമങ്ങളുടെ ഒളിക്യാമറയിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി. സമൂഹത്തിന്റെ പൊതുനന്മ ലക്ഷ്യമാക്കിയുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ കുറ്റകരമായി കണക്കാക്കാനാവില്ല. ദുരുദ്ദേശപരമായ സ്റ്റിംഗ് ഓപ്പറേഷനുകൾ നടത്തുന്ന മാധ്യമങ്ങൾക്ക് നിയമ പരിരക്ഷ ലഭിക്കില്ലെന്നും കോടതി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ച കേന്ദ്രം. ആന്ധ്രയ്ക്ക് പാക്കേജിന് സമ്മർദ്ദവുമായി ചന്ദ്രബാബു നായിഡു. 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് 23-ന്. ഹിപ്നോട്ടിസം നടത്തി വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിൽ വിശദമായ അന്വേഷണം. DOയുടെ മേൽനോട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കും. പരീക്ഷിച്ചത് വിദേശ രാജ്യങ്ങളിലടക്കം നിരോധിച്ച ചോക്കിംഗ് ആണെന്ന് സംശയം. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ 11 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായി. 2 പേർ കസ്റ്റഡിയിൽ. പ്രതികളിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവർ. ഇതിൽ ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നതായി പോലീസ്. പ്രായപൂർത്തിയാകാത്ത പ്രതികളെ റിഫോം ഹോമിലേക്ക് അയച്ചു. റോൾസ് റോയ്സ് മുൻ ഡിസൈനർ ഹെഡ് ഇയാൻ കാമറൂൺ കുത്തേറ്റ് മരിച്ച നിലയിൽ. ഇയാന് കുത്തേറ്റത് ജർമ്മനിയിലെ വസതിയിലുണ്ടായ മോഷണ ശ്രമത്തിനിടെ. സംഭവ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്.
ഇംഗ്ലണ്ട് പരിശീലകൻ ഗാരത്ത് സൗത്ത്ഗേറ്റ് രാജിവെച്ചു. യൂറോ കപ്പ് ഫൈനൽ തോൽവിക്ക് പിന്നാലെയാണ് രാജി. ഇംഗ്ലണ്ടിനെ പരിശീലിപ്പിക്കാനായതിൽ അഭിമാനമെന്ന് ഗാരത്ത് സൗത്ത്ഗേറ്റ്. തുടർച്ചയായ 2 യൂറോ കപ്പ് ഫൈനലിലും ലോകകപ്പ് സെമിയിലും എത്തിച്ച പരിശീലകൻ. ലിയോണൽ മെസ്സിയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് സൂചന. ഉടൻ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് മെസ്സി. അർജന്റീനയ്ക്കൊപ്പം കളി തുടരുമെന്നും സൂപ്പർ താരം. ആരാധകർക്ക് നന്ദി പറഞ്ഞ് അർജന്റീൻ നായകൻ.